ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് നല്ലൊരു രസമുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. സംഭവം സൂ ആണ്. അധികം പ്രതീക്ഷയൊന്നും വെക്കണ്ട, എന്നാലും കാണാൻ കൊള്ളുന്ന രണ്ട് സർപ്രൈസുകൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ വെക്കുന്നുണ്ട്. തമ്മിൽ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും അല്ലേ. അപ്പം ഞാൻ വലിയ പ്രതീക്ഷ, ഞാൻ ആക്ച്വലി വേറൊരു വഴിക്ക് പോവായിരുന്നു. അപ്പം അതിൻ്റെ മുന്നിൽ കണ്ടപ്പോൾ എന്നാൽ പിന്നെ കയറിയേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് കയറി കേട്ടോ. അപ്പോൾ ഇതാ ഈ നമ്മൾ കണ്ടുപരിചയമുള്ള കുറേ മാനും അതേപോലെ തന്നെ കുറേ ടൈഗർ, ലയൺ അങ്ങനെയൊക്കെ. അപ്പോഴാണ് നമ്മുടെ ഫ്ലെമിംഗോസിനെ ഞാൻ തൊട്ടടുത്ത് തന്നെ കണ്ടു കേട്ടോ. നല്ല രസം എണീറ്റിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ. പണ്ട് ഞാൻ ഇതൊക്കെ മറ്റേ ബുക്കിൻ്റെയൊക്കെ ബാക്കിലൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ ചട്ടയിലൊക്കെ അല്ല ഓരോ പിക്ചേഴ്സ്, അവിടെ കണ്ടിട്ടുള്ളൂ. പിന്നെ ടി വിയിലൊക്കെ വല്ലപ്പോഴും കണ്ടിട്ടുള്ളൂ. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതൊക്കെ കാർട്ടൂണിലൊക്കെ മാത്രം കണ്ടുവരുന്ന ഒരു സാധനമാണ്. പിന്നെ കുറച്ചുകൂടെ വലിയ കുട്ടിയായപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ മനസ്സിലായി. ആദ്യം ഞാൻ വലിയ കൊക്ക്, നീളല്ല കൊക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ബുക്കിലൊക്കെ ഫോട്ടോ കാണുമ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ. അപ്പൊ ഈ സംഭവത്തിന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നോക്കി നിൽക്കാൻ തോന്നി. ഇപ്പോഴാണ് ശരിക്കും എനിക്ക് എമി ബേബിനെ കൊണ്ടാകത്തിൽ ഭയങ്കര വിഷമം തോന്നി. ഓന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പം ഇവിടെയാണെങ്കിൽ ഞാൻ പോണ്ടിച്ചേരിയിലാണെങ്കിലും ഇങ്ങനെ സൂ ഒന്നുമില്ല അടുത്ത്. അപ്പം എനിക്ക് ഇവനെ കാണിച്ചു കൊടുക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവൻ കാക്കനെ കാണുമ്പോഴേക്ക് തന്നെ വോ എന്ന് പറഞ്ഞിട്ട് കാക്കനെ നോക്കിക്കും. ഇപ്പൊ പഠിച്ചതാണ് വോ എന്ന് പറയാന്. എന്നിട്ടാണെങ്കിൽ ഈ കാക്കനെ കണ്ടാലൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ പിന്നെ ഇതൊക്കെ കണ്ടാലും ഇഷ്ടം ഉണ്ടാകാതിരിക്കുമോ. ഞങ്ങളാണെങ്കിൽ പോണ്ടിച്ചേരി വീടിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ചെറിയൊരു പ്ലോട്ട് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ അതിന്റെ ഓണർ കുറച്ച് കോഴിക്കളെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പൊ ഈ കോഴിക്കളെ കാണുമ്പോഴും അവിടെ വന്നിരിക്കുന്ന കാക്കകളെ കാണുമ്പോഴൊക്കെ എമിമോന് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മോനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ ഫ്ലെമിംഗോസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറേ എന്താ പറയാ കരടിയുണ്ട്, നമ്മൾ കണ്ട് വെടുത്ത കുറേ കുരങ്ങൻ കുട്ടികളുണ്ട്, അങ്ങനെയൊക്കെ കുറച്ചുള്ളായിരുന്നു. പിന്നെ സ്ഥലം ഭയങ്കര രസമായിരുന്നു കേട്ടോ. ത്രൂ ഔട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പം ഭയങ്കര ഒരു കാമായിട്ടുള്ള സ്ഥലം. കുറേ സ്ഥലമുണ്ട്. ആൾക്കാരുടെ എണ്ണാണെങ്കിൽ വളരെ കുറവും, അധികം ആരും അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നില്ല. ഞാൻ തന്നെയുള്ളൂ എന്ന് തോന്നിപ്പോയി. അത്രയും ഒരു ഡിസ്റ്റൻസിലൊന്നും നമുക്ക് ആരുമില്ല. പിന്നെ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ മീൻസ് മൃഗങ്ങൾ കുറവാന്ന് തോന്നി. ഞാൻ ഈ സൂലെത്തിയത് ഓൾമോസ്റ്റ് ഒരു ഉച്ച സമയത്തായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാ ഇതിന്റെ ഉള്ളിലും കേജസിന്റെ ഉള്ളിലും ഇങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ കുറച്ചുകൂടിയൊക്കെ ഞാനിങ്ങനെ നടന്നു പോയപ്പോ ഈ ഹിപ്പോപ്പൊട്ടാമസിനെ വെച്ചേക്കുന്ന ഒരു ഇത് കണ്ടു കേട്ടോ. എന്ത് വൃത്തിയിലാണ് ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്തേക്കണത്. ഇതിനെ കണ്ടപ്പോൾ എനിക്ക് പണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ഐസറിലാണ് പഠിച്ചത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീക്കെൻഡ്സിലൊക്കെ നമ്മൾ ട്രിവാൻഡ്രം സൂയിൽ പോവായിരുന്നു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ നടക്കാനോ ഇരിക്കാനോ ഒക്കെ ആയിട്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു ഈ ഹിപ്പോപ്പൊട്ടാമസ്. അതിനെയാണെങ്കിൽ ഈ ഒരു ചളിക്കുഴിയിലിട്ട് അതിങ്ങനെ ചളിയിൽ മുങ്ങി നിവർന്ന് ഇങ്ങനെ ആകെ കൂടെ വൃത്തികേടായിട്ടുള്ള ഒരു ഇതായിരിക്കും. പക്ഷെ ഇതിനങ്ങനെ ചളിയിലൊന്നും അല്ല കേട്ടോ, വെള്ളത്തിലാണ്. വെള്ളം വല്ല വൃത്തിയില്ലെങ്കിലും ബെറ്റർ ആണ് നമ്മൾ കാണുന്നതിനേക്കാം. പിന്നെ കുറച്ചങ്ങോട്ട് നടന്നു പോയപ്പോൾ ആടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേറ്റം കയറിയിട്ട് ഈ ആടുകളെയൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ല വിഷമമായിട്ടോ. ഇതിനാണല്ലോ ഞാൻ ടിക്കറ്റ് എടുത്ത് കയറിയെന്ന് വിചാരിച്ചു കേട്ടോ. സംഭവം ഞാനാണെങ്കിൽ ആ നേരത്തെ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിരുന്നു. എന്നാലും വേണ്ടില്ല, ഇനിയിപ്പോൾ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറി കൂടിയതാ. ആടെങ്കിൽ ആടെന്ന് വിചാരിച്ചു. നല്ല വൃത്തിയിലൊക്കെ പോലും മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. എന്നാലും ആടല്ലേ ഇത് കാണാൻ എന്താന്ന് വിചാരിച്ചിട്ട് എനിക്ക് അങ്ങനെ ക്യൂരിയോസിറ്റി ഒന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഇവരിങ്ങനെ ഫീഡ് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ കുറച്ചു നേരമൊക്കെ നോക്കിയെന്ന്. പിന്നെ ഇത്രയും വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തതല്ല, നമ്മുടെ നാട്ടിലത്തെ പോലെയൊന്നല്ല. നമ്മുടെ നാട്ടിലും മെയിൻറ്റെയിൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിൻ്റെ അടുത്തായിട്ട്, സ്കൂളിൻ്റെ അടുത്തൊന്നുമല്ല എന്നാലും മഞ്ചേരി ജില്ലാശുപത്രിൻ്റെ അടുത്തായിട്ട് അറിയുന്നവർക്ക് അറിയായിരിക്കും, അവിടെ ഒരു ആട് വീടുണ്ട്. ഞങ്ങൾ കുട്ടികളൊക്കെ ആട് വീട് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ എനിക്ക് ഓർമ്മ വന്ന്. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഫോക്സിനെയൊക്കെ കണ്ടിട്ടോ. ഇതും ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടോയെന്ന് ഞാൻ അങ്ങനെ ഓർക്കണില്ല, എന്നാലും കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. പിന്നെ എന്താണെങ്കിൽ ഇവിടെ ഈ കേജസ് ഒക്കെ ഭയങ്കര നെറ്റായിട്ടേക്കണേ. അപ്പൊ നമുക്ക് കാണാനൊന്നും ഒരു വലിയ സുഖമില്ല. പിന്നെ കുറച്ച് നല്ല ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാല് കണ്ടല്ലോ, ഇതൊക്കെ കുട്ടി കുട്ടി നെറ്റായ കാരണം പിന്നെ നമ്മൾ ഈ കേജുമായിട്ട് നല്ല ദൂരമുണ്ട്. അപ്പൊ നമുക്ക് അതൊന്നും ഒരു വൃത്തിക്ക് അങ്ങോട്ട് കാണാൻ പറ്റൂല. കാണാൻ പറ്റുന്നില്ലേറെ വൃത്തിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിസീനൊക്കെ കണ്ടു കേട്ടോ. കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസം. അവരിങ്ങനെ ഇങ്ങനെ കഴുത്ത് കുടയുന്നൊക്കെ കാണാനൊരു രസം. പിന്നെ എന്താ വേറൊന്നും കാണാനല്ലോ എന്ന് വിചാരിച്ച് പോയ ടൈം അങ്ങോട്ട് മുതലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നടന്നു. പിന്നെ ഇൻ കേസ് ഞാൻ ഏതെങ്കിലും കേജ് മിസ്സാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ കൂടെയൊക്കെ നടക്കുന്നത്. നടന്നെത്തിയപ്പോൾ പിന്നെ കണ്ടത് കോഴിയാണ്. കോഴിയെങ്കിൽ കോഴി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ റെക്കോർഡ് ചെയ്തു കേട്ടോ, ഒന്ന് കളയണ്ട വിചാരിച്ചിട്ട്. വെറുതെ കോഴിക്കളിയൊന്നും കണ്ട് സമയം കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അവസാനം തിരിച്ചു പോവായിരിക്കായിരുന്നു കേട്ടോ. പോണ പോക്കിലാണ് ഞാനൊരു സംഭവം കണ്ടത്. നോക്കിയേ, എന്താന്ന് മനസ്സിലായോ? ഇതങ്ങ് കണ്ടപ്പോഴേക്കോ
അയ്യോ പിന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ കുറേ നേരം നോക്കിയിരുന്നത് പെൻക്വിൻസിനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ ഐഡിയയിൽ പെൻക്വിൻസ് ഒക്കെ എന്ന് പറയുന്ന ഒരു വലിയ എന്തോ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ നല്ല ഞാൻ കണ്ടിട്ടുള്ളത് പെൻഗ്വിൻസ് ഒക്കെ ഇങ്ങനെ ഫോട്ടോയിലും വീഡിയോസിലും ഒക്കെയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും ഓർമ്മ വന്നത് നമ്മൾ ഈ വേസ്റ്റ് ബിന്നായിട്ട് പെൻഗ്വിൻസിന്റെ സംഭവം വെക്കൂലേ. അപ്പൊ എൻ്റെ ഐഡിയയിൽ എൻ്റെ ഒരു ഇമാജിനേഷനിൽ എന്ന് പറയുന്നത് പെൻഗ്വിൻസ് എന്ന് പറയുന്ന അത്ര വലിയ സൈസാണ്. ഇനിയിപ്പോൾ അത്ര വലിയ സൈസിലുണ്ടോയെന്നും അറിയില്ല കേട്ടോ, ഇത് കുട്ടികളാണോന്നും അറിയില്ലല്ലോ. എന്നാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിങ്ങനെ ഇത്രയും നേരം അതാണെങ്കിൽ വലിയൊരു ഗ്രൗണ്ട് ആയിരുന്നു, അത് മുഴുവൻ ചുറ്റി കണ്ടിട്ടും കണ്ട കാക്കനെയും കോഴീനെയും ഒക്കെ ആണല്ലോ ഞാൻ കണ്ടെന്നില്ല വിഷമത്തിലായിരുന്നു കേട്ടോ ഞാൻ. ഈ ഒരു രണ്ട് കാര്യം സത്യം പറഞ്ഞാൽ ഈ ഫ്ലെമിംഗോസും അതുപോലെ തന്നെ ഈ പെൻക്വിൻസ് ആണ് ഈ ഒരു സോയിൽ അടിപൊളിയായിട്ടില്ലേ. ഇത് കണ്ടപ്പോഴേക്ക് എന്നെ ഇത്രയും നേരം വെറുതെ ചുറ്റി തിരുന്നതിലൊക്കെ ഒരു ആശ്വാസം എനിക്ക് തോന്നി. ഞാൻ ഭയങ്കര ഹാപ്പിയായി, ഇത്രയും നേരം നടന്നത് മുതലായല്ലോ എന്നായി. എന്നിട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് പെൻഗ്വിൻസ് തന്നെയാണോ എന്നില്ല. അപ്പം ഞാൻ അവിടെ ബോർഡിൽ നോക്കി, അപ്പോൾ ഇത് കറക്റ്റ് പെൻഗ്വിൻസ് തന്നെയാണ്. എന്നാലും എനിക്കിത് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച ഫുള്ളി ഐസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേ ഉണ്ടാവുള്ളൂ എന്നാ. ഞാൻ ഈ ജപ്പാനിൽ പോയ സമയത്ത് അവിടെ തണുപ്പായിരുന്നു, എന്നാലും ഇങ്ങനെ ഐസൊന്നും ഉണ്ടായില്ല. എവിടേക്കോ ഐസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഐസായിട്ട് എക്സാക്ട്ലി സ്നോഫോളും അങ്ങനെയൊന്നും കണ്ടില്ല. എൻ്റെ ഒരു കൺസെപ്റ്റിലുണ്ടായിരുന്നു ഫുള്ള് മഞ്ഞിക്കൂടെ അന്റാർട്ടിക്കയിലൊക്കെ ഇങ്ങനെ നടന്നു പോണ മാതിരി ഞാൻ ഇതിനെ ഇമാജിൻ ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ ഇപ്പം ഇത്രയും കണ്ട സന്തോഷത്തിൽ ഞാൻ തിരിച്ചിറങ്ങാന്ന് വിചാരിച്ചിട്ടു. പിന്നെ പോരുന്ന വഴിക്ക് ഞാൻ ഒന്നും കൂടെ പോയിട്ട് ഈ ഫ്ലെമിംഗോസിനെ കണ്ടുപോയി, അല്ലെങ്കിൽ എനിക്ക് പിന്നെയും മിസ് ചെയ്യും. ഇത്രയും ഇത് മുഴുവൻ നടന്നു മുതലായത് ഈ രണ്ട് സാധനം കണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ തിരിച്ചിറങ്ങാൻ നോക്കിട്ടോ. കാരണം ഇന്നും എനിക്ക് ഈ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് വേണം വേറെ റൂം എടുക്കാം. കാരണം എപ്പോഴാണ് ഇത്, ഞാനാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് ഡെമ്മി ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് എപ്പോഴാണ് പോവാന്നൊന്നൊരു പ്ലാനില്ല. ഓരോ ദിവസം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്.